ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ ആശാൻ അങ്ങോട്ടേക്ക് എത്തിയിട്ട് ഇന്ദ്രനെ പേടിപ്പിക്കുക. 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ പല്ലപ്പി മോളുടെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോയിക്കോളണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നെറ്റിക്ക് തോക്കൊക്കെ പിടിച്ച് ആം 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 എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ മൂളക്കം മാത്രമേ ഉള്ളൂ. പേടിച്ച് വേറെ ഇന്ദ്രൻ നിൽക്കുക. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല, ഞാൻ വലിയ ദാതായാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുക അദ്ദേഹം കേട്ടോ. നീ അനുസരിച്ചോളണം എന്നും പറഞ്ഞു. സ്ക്രൂ ഡ്രൈവറൊന്നും നീ വെറുതെ പണി ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഉണ്ടോ എന്ന് പലവീട് ചോദിച്ചു നോക്ക്. ഞാൻ കരുതിയതേ അപ്പോൾ ലൂസായ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യാനാണെന്നാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ചേട്ടൻ വലിയവായിൽ ചിരിച്ചു. ഇന്ദ്രനും ആ കൂടെ അങ്ങ് ചിരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഡോണ്ട് അണ്ടർസ്റ്റേറ്റ് മീ സംജാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം ചലോ അതേ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളാൻ പറഞ്ഞു പോകാൻ. 24 hours പൂരാ ഏക് ദിൻ ഇവിടുന്ന് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇന്ദ്രനെ ചേട്ടൻ പൊളിച്ചടുക്കി. അപ്പോൾ അതും പറഞ്ഞിട്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് അമ്മ വന്ന് മോനോട് ചോദിക്കുക, എന്താടാ അയാൾ പറഞ്ഞേ? അതെ 24 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്നാണ് പറഞ്ഞത്. ഒഴിഞ്ഞു പോകാൻ എന്താണ് ബാധ വല്ലതുമാണോ എന്ന് അമ്മ മോനോട്. ഞാൻ ഒഴിഞ്ഞു പോവില്ലമ്മേ, അങ്ങനെ പേടിച്ചോടുന്നവനൊന്നും അല്ല ഈ ഇന്ദ്രൻ, അമ്മ നോക്കിക്കോ. അപ്പം നിന്നെ അയാൾ ഓടിച്ചാലോ എന്ന് അമ്മ മോനോട് ചെവി ചോദിക്കുമ്പം അത് അപ്പം നോക്കാമേ സംജാ എന്നും പറഞ്ഞു മകൻ. എന്തോന്ന് മനസ്സിലായോന്ന്? അപ്പോൾ പല്ലവിയും പാറു അവിടെ നിന്ന് ഇതൊക്കെ കണ്ടും കേട്ടും ചിരിക്കുക. അപ്പോൾ പാറു നീ ആ സ്ക്രൂ ഡ്രൈവർ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ എന്ന് പല്ലവിയുടെ വക ഒരു ഡയലോഗും ചലോ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോകും. അവളുടെ ഒരു സ്ക്രൂ ഡ്രൈവർ അമ്മാവനെന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി പിന്നാലെ പോവുക. അവരങ്ങ് പോയി കഴിയുമ്പോൾ പാറുവും പല്ലവിയും കൂടെ ഭയങ്കര ചിരിയും ചിരിച്ച് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണിമയെ കാണാനായിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് വന്നു, മണികണ്ഠൻ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഒരു മോളുടെ കല്യാണം കഴിഞ്ഞല്ലേ എന്ന് ചോദിച്ചു. ഇതിപ്പോൾ 2ാമത്തെ ആണല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. വാ എന്നും പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചിരുത്തി. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ഒത്തതായിരിക്കണം, നല്ല സ്വഭാവമായിരിക്കണം, കുടുംബവും നന്നായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർണിമ അവിടെ ഇരുന്ന് ഇങ്ങനെ ചെറുക്കനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ബ്രോക്കറേട്ടനോട് പറയാം. അപ്പോഴാണ് സ്വാതി ചെന്ന് നമ്മുടെ ഋതികയെ വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിനൊക്കെ പറ്റിയ പയ്യന്മാരേ എൻ്റെ കയ്യിലുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ചേട്ടൻ അവിടെ ഇരുന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഋതിക അങ്ങോട്ടേക്ക് വന്നു. ഇത് മണികണ്ഠൻ ബ്രോക്കറാണെന്നും നിനക്ക് പറ്റിയ ആലോചനകളും കൊണ്ട് വന്നിരിക്കുന്നതെന്ന് പൂർണിമ ഋതുവിനോട് പറയുമ്പോൾ കല്യാണമോ എനിക്കോ എന്ന് ഋതു ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. എന്താ അമ്മ ഇത്? എന്നോട് സമ്മതം ചോദിച്ചിട്ടാണോ അമ്മ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതെന്ന് ഋതിക നേരം അമ്മയോട് ചോദിക്കുക കേട്ടോ. ആ ചേട്ടൻ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക ഋതിക പറയുന്നത് കേട്ടിട്ട്. അപ്പോൾ വഴക്കിടാനൊന്നും എനിക്ക് ഒരു താല്പര്യവുമില്ല, എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്നും ഇപ്പോഴെന്നല്ല ചിലപ്പോൾ ഒരിക്കലും ഞാൻ കെട്ടിയില്ല എന്ന് വരുമെന്നൊക്കെ ഋതു പറയുമ്പോൾ നീ എന്താ കല്യാണം കഴിക്കാതെ സന്യസിക്കാൻ പോവാണോ എന്ന് ചോദിച്ചു. ചിലപ്പോൾ അതും ചെയ്തു എന്ന് വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പോൾ എന്നോട് പ്രതികാരം ചെയ്യാമേ, അച്ഛൻ്റെ വിൽപത്രപ്രകാരം 1 വർഷത്തിനുള്ളിൽ കല്യാണം നടക്കണമല്ലോ, അത് നടന്നില്ലെങ്കിൽ വിൽപത്രം റദ്ദാകുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇവളീ കടുംപിടുത്തമൊക്കെ പിടിക്കുന്നതെന്ന് സേതു അന്നേരം അവിടെ വെച്ച് പറയാം. എനിക്ക് സ്വത്തൊന്നും വേണ്ട എന്ന് ഋതു അന്നേരം പറയും കേട്ടോ. അപ്പം മണികണ്ഠൻ പോയിക്കോ, ഞാൻ അറിയിക്കാൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ ആ ചേട്ടനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടു. ആ ചേട്ടൻ എന്നിട്ട് ഋതുവിനെ ഇങ്ങനെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പൂർണിമ ഋതുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാനൊരു അമ്മയാണെന്നും സമയാസമയത്ത് മക്കളുടെ കല്യാണം നടത്തേണ്ടത് ഒരു അമ്മയുടെ കടമയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിന് മനസ്സുകൊണ്ട് തയ്യാറെടുത്തിട്ടില്ലമ്മേ, അതാ പറഞ്ഞതെന്ന് ഋതു അന്നേരം പറഞ്ഞു. കുടുംബജീവിതത്തെക്കുറിച്ച് ഞാൻ ഇന്ന് വരെ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പം പിന്നെ നീ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നേ, ഞങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതിനെ പറ്റിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സേതു ഇങ്ങനെ ഋതുവിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ആ സമയം പണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും എനിക്ക് നിങ്ങളോടില്ല എന്നും നിങ്ങൾ അങ്ങനെ എന്നെ കാണരുതെന്നും ഋതു പറയുക കേട്ടോ. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറഞ്ഞു. കല്യാണം ഏതായാലും ഞാൻ കഴിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന ഋതുക ഇവരോടെല്ലാവരോടുമായിട്ട് തറപ്പിച്ചങ്ങ് പറഞ്ഞു. അതെൻ്റെ ഉറച്ച തീരുമാനം തന്നെയാണെന്നും അതിനൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋതു അവിടെ നിന്ന് അങ്ങ് പോയി. സേതു അമ്മയൊക്കെ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കാം. നമ്മളിനി എന്ത് ചെയ്യും മോനെ എന്ന് പൂർണിമ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഋതുവിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ഇനി എന്തോ ഒരു പോംവഴി. അപ്പോൾ അവൾ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ അമ്മയെന്ന് സേതു അന്നേരം ചോദിച്ചു. അങ്ങനെ അതും ഒരു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പൂർണിമയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനും പേടിയൊക്കെ. അപ്പം തന്നെ ഫോൺ എടുത്ത് പല്ലവിയെ വിളിച്ചു വിവരം പറയുക. അപ്പോൾ എന്തിനാ അമ്മ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്, അവരുടെ മനസ്സ് മാറുന്നത് വരെ കാത്തിരിക്കാൻ പറഞ്ഞു പല്ലവി അവരോട്. പെൺകുട്ടികളുടെ അഭിപ്രായം ചോദിക്കാതെ അവരെ കെട്ടിച്ചയക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പല്ലവി അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നത് പാറു ഇവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുക കേട്ടോ. അപ്പോൾ പാറു ചേച്ചിയുടെ സംസാരം കേൾക്കാൻ
ഇടയാക്കുന്നു. അപ്പോൾ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നടത്തി കൊടുക്കേണ്ട കാലമായതെന്നൊക്കെ പല്ലവി ഇങ്ങനെ പറയുക. ഇതൊക്കെ നമ്മുടെ പാറു കേട്ടിങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക. കല്യാണം കഴിക്കണോ വേണ്ടയോ, അത് ആരെ കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഇപ്പം പെൺകുട്ടികൾക്ക് കൂടി ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ പല്ലവി പറയണം. നമ്മളതിൽ ഇടപെടാതിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞ ബുദ്ധി. മക്കളായാലും സഹോദരിമാരായാലും ഒരു പരിധിയിൽ കവിഞ്ഞ് ഒന്നിലും ഇടപെടാനായിട്ടേ നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ പാറുവിനെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാ, എന്നിട്ട് എന്നോടൊരു വാക്കുപോലും പറയാതെ അല്ലേ അവൾ പോയി വിശ്വനെ വിവാഹം കഴിച്ചതെന്ന് പല്ലവി പറയുമ്പോൾ പാറുവിനൊരു കുറ്റബോധം അതൊക്കെ കേട്ടിട്ട്. വിവാഹം അവരവരുടെ മാത്രം തിരഞ്ഞെടുപ്പാണമ്മേ, അവരവരുടെ മാത്രം ചോയ്സാണിത്. അതിൽ പാവം ഋതുവും ഇങ്ങനെ തന്നെ നിൽക്കുകയാണെന്നുള്ള കാര്യവും പറഞ്ഞു. വേഗം ആ മനസ്സൊന്ന് ശരിയായി എടുത്താൽ മതിയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നാൽ ശരി കേട്ടോ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി ഫോണും കൊണ്ട് അങ്ങ് പോയി. പാറുവിനത് ഭയങ്കരമായിട്ട് വിഷമമായി. അതിനുശേഷം പിന്നെ ഋതുകയെ കാണിക്കുന്നത്. ഋതു ഇങ്ങനെ റൂമിൽ വിഷമിച്ചിരിക്കുമ്പോൾ സേതു അങ്ങോട്ടേക്ക് കയറി ചെന്നു. സേതുവിനെ കണ്ടപ്പോഴേക്കും ഋതു എഴുന്നേറ്റ് പോകാൻ നോക്കി. മോളെ എഴുന്നേക്കണ്ട, അവിടെ ഇരിക്കാൻ പറഞ്ഞു സേതു. എന്നിട്ട് ചെന്ന് ഋതുവിൻ്റെ അരികിൽ ഇങ്ങനെ ഇരുന്നു. തോളിൽ കയ്യും വെച്ച് പെങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സേതു. നിനക്ക് വിഷമമായോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നും സേതു ഋതുവിനോട് ചോദിക്കാം. അപ്പോൾ ഒരു വിഷമവും ഇല്ല എന്നും എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാതിരിക്കുന്ന സമയമായി ഇതെന്നൊക്കെ ഋതുക അന്നേരം സേതുവിനോട് പറയുക കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളെയൊക്കെ ഞാനിതിനാ കുറ്റം പറയുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഇതേ എൻ്റെ ഋതു എൻ്റെ അറിവില്ല ഇങ്ങനെ മുറിയിൽ അടച്ചു കൂട്ടിയിരിക്കുന്ന ഒരാളായിരുന്നില്ലല്ലോ. പെട്ടെന്നാ നിനക്ക് ഇങ്ങനൊരു മാറ്റമൊക്കെ വന്നത്, നീ മാറിയത്. അതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആ മാറ്റം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് സേതു ഇങ്ങനെ ഋതികയോട് പറയുവാണേ. പിന്നെ നിങ്ങളെ 3 പേരെയും നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ എന്നെ ഈ വീട്ടിലേക്ക് അയച്ചതെന്നും അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ഈ വീട്ടിൽ താമസിക്കുന്നതെന്നൊക്കെ സേതു ഇങ്ങനെ ചോദിക്കുക. അത് കേട്ടപ്പോൾ എൻ്റെ ഈ ഒരവസ്ഥയ്ക്ക് ആരുമല്ല കാരണം, ഒരു പക്ഷേ ഞാൻ പോലും അല്ല എന്നും അതുകൊണ്ട് എന്നെ ഓർത്ത് ആരും സങ്കടപ്പെടണമെന്നില്ല എന്നും ഋതുക സേതുവിനോട് പറയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ സേതുവിന് സങ്കടം ഇരട്ടിച്ച് വരുമോ, കുറയുന്നില്ല. അങ്ങനെ ഇവർ തമ്മിലതും പറഞ്ഞ് ഞാനിങ്ങനെ ആയി എന്ന് കരുതി ആരും ഈ വീട്ടിൽ നിന്ന് മാറണമെന്നുമില്ല എന്നും ഋതുക ഇങ്ങനെ പറഞ്ഞു. മാറേണ്ടത് ഞാനാണെന്നും ഞാനാണ് ഇവിടെ നിന്ന് പോവേണ്ടത്, അതുകൊണ്ടാണ് പലതും ഞാൻ തീരുമാനിക്കുന്നതെന്നൊക്കെ ഋതുക ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് സേതു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ഋതുകയുടെ മനസ്സ് തുറക്കുന്നത് കേട്ടിട്ടേ അതൊക്കെ പോട്ടെ, വേണ്ടെങ്കിൽ വേണ്ട. ഇനിയിപ്പം പെട്ടെന്ന് നീ എതിർത്തപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ ഏട്ടൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം കൊണ്ടല്ല, അത് സ്നേഹം കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് എൻ്റെ മോൾക്കുണ്ടാകണം. നിങ്ങൾക്ക് നന്മ വരുന്നത് മാത്രമേ ഞാൻ എന്നും ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പം സേതുവേട്ടൻ ആരാണെന്നും എന്താണെന്നൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എനിക്കത് നന്നായിട്ട് അറിയാം എന്ന് ഋതുക പറയുമ്പോൾ സേതുവിൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു. അനിയത്തി തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ സേതു ഇരിക്കുക. അതുകൊണ്ട് തന്നെ 4 ചീത്ത പറഞ്ഞു എന്ന് കരുതി സേതുവിനോട് പകയൊന്നും തോന്നിയില്ല എനിക്കെന്നൊക്കെ ഋതുക ഇങ്ങനെ പറയുവാണ്. ഇതൊക്കെ കേട്ട് സേതു ഇങ്ങനെ സമാധാനത്തോടെ ഇരിക്കുന്നു. പണ്ടത്തെ ഋതു അല്ല ഏട്ടാ ഇപ്പോഴത്തെ ഋതു. സേതുവേട്ടനെയും പല്ലവിയെയും തുരത്തി ഓടിക്കാൻ ആവേശം കാണിച്ച ആ പഴയ ഋതു ഇന്നില്ല. പല്ലവിയെയും സേതുവേട്ടനെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന അനിയത്തിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതു ഇങ്ങനെ പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് നീയാ. പണ്ട് ശത്രുത കൊണ്ടാണെങ്കിൽ ഇപ്പോൾ സ്നേഹം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ ഋതികയോട് പറഞ്ഞു. നീ ഒരു അത്ഭുതം തന്നെയാണെന്ന്. നല്ല 3 അനിയത്തിമാരായി എനിക്ക് കിട്ടിയതെന്നും എനിക്ക് ഉള്ളതെന്നും അതിലേറ്റവും മിടുക്കി നീയാണെന്നുള്ള കാര്യങ്ങളൊക്കെ സേതു ഇങ്ങനെ ഋതുവിനോട് പറയുന്നു. ഇതൊക്കെ കേട്ട് ഋതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഈ ഒരു കാര്യമൊക്കെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏട്ടൻ്റെ നല്ല മനസ്സുകൊണ്ടാണെന്നും എനിക്കറിയാം, ഞാൻ അത്ര നല്ലവളൊന്നും അല്ലെന്ന്. പിന്നെ ഏട്ടൻ ഞങ്ങൾ അംഗീകരിച്ച് തരുന്നതാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ നാശം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നറിതു ഇതൊക്കെ പണ്ടല്ലേ, ഇപ്പം നീ അങ്ങനെയൊന്നും അല്ലല്ലോ. നോക്ക് സന്തോഷമായിട്ട് നീ ഇരിക്കുക കേട്ടോ, എല്ലാം ശരിയാകും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അനിയത്തെ സമാധാനിപ്പിക്കുന്നു. ഈ സമയത്ത് ഋതു ഭയങ്കര കരച്ചിൽ. സേതുവാണ് ഋതുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ച് ഇങ്ങനെ ഇരുത്തുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പത്രമൊക്കെ വായിച്ചുകൊണ്ട് നമ്മുടെ ചേച്ചി അവിടെ ഇരിക്കാത്തതും രാജലക്ഷ്മി വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ആശാൻ വന്ന് ചേച്ചിയുടെ അടുത്തേക്ക് അങ്ങിരുന്നു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ചാടി എഴുന്നേക്കാൻ നോക്കുമ്പോൾ ബൈട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ വന്ന് അടുത്തിരുന്നു. പേടിച്ച് വരച്ചിങ്ങനെ ഇരിക്കാം. ത്യാം ക്യാ തുമാര എന്ന് ചോദിക്കുമ്പം മേം രാജലക്ഷ്മി തും ഹോം ഹേ ഹൗ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏതാണ്ടൊക്കെ അല്ലേ, എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചെന്ന് രാജലക്ഷ്മി.
അപ്പോൾ അല്ലെങ്കിലും സ്ത്രീകളോട് ഞാനങ്ങനെ ഹിന്ദി സംസാരിക്കാറില്ല, വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചേട്ടൻ പറയുന്നു. ഓ ദൈവമേ, അപ്പോൾ എനിക്ക് ചില സത്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു. ആ ചോദിച്ചോളൂ, എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ നീട്ടി വെച്ചിരിക്കുന്ന തോക്ക് ഇങ്ങനെ എടുത്ത് രാജലക്ഷ്മി മാറ്റുക. ആ സമയം നിങ്ങളുടെ മകൻ ഒരു മനോരോഗി അല്ലേന്ന് ചോദിച്ചപ്പം അല്ല അല്ല 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ അവൻ കോമ്പസ് കൊണ്ട് കുത്തിയിട്ടില്ലേന്ന് ചോദിച്ചു. ആ സമയം അത് പിന്നെ അത് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് രാജലക്ഷ്മി ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്ന് നമ്മുടെ ആശാൻ അങ്ങ് പറഞ്ഞു. രാജലക്ഷ്മി, അതെ, നിങ്ങളുടെ മകൻ ചെയ്ത ഓരോ കാര്യങ്ങളും എനിക്ക് മനഃപ്പാടമാണെന്നും അവൻ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അവനെ ശാസിച്ച് തിരുത്താനല്ല, പണം ഉപയോഗിച്ച് അവനെ രക്ഷപ്പെടുത്തി എടുക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന കാര്യമൊക്കെ നമ്മുടെ സാറിങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് പല്ലവി അങ്ങോട്ടേക്ക് ഓടി വന്നു. എന്നിട്ട് ഇവരുടെ സംസാരം കേൾക്കുക. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോമ്പസ് കേസ്, +2 പഠിക്കുമ്പോൾ ശാസിച്ച അധ്യാപകനെ കല്ലെടുത്ത് എറിഞ്ഞു. തുടർന്ന് ഇങ്ങോട്ട് സമാനമായ ഒരുപാട് കേസുകൾ അവൻ്റെ പേരിലില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞ് നിൽക്കുക രാജലക്ഷ്മി. ഡ്രഗ്സ് വരെ നിങ്ങളുടെ മകൻ ഉപയോഗിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പം മറ്റുള്ളവരെ ഉപയോഗിക്കാൻ നിർബന്ധിക്കാറുമില്ലേ എന്ന് ചോദിച്ചു. രാജലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല. എല്ലാത്തിനും കൂടി ഞാനൊരു പൂട്ടങ്ങ് പൂട്ടും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളുടെ മകനൊന്നല്ല ആർക്കും പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പം അവനൊരു സാധുവാണ്, സാധു എന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ഭയങ്കര കരച്ചില്. ഇനി നിങ്ങൾ ഹിന്ദി പറഞ്ഞാൽ കൊന്നുകളഞ്ഞാൻ, മാഫ് കീജിയെ, അല്ല മാഫ് ആക്കിയാരെ, അയ്യോ ഞാൻ ഇനി ഹിന്ദി പറയത്തില്ല, സത്യമായിട്ടും പറയത്തില്ലെന്ന് പറഞ്ഞ രാജലക്ഷ്മി നിൽക്കുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്ന് ഞാൻ അവനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അനുസരിച്ചാൽ അവന് കൊള്ളാമെന്നും നമ്മുടെ ചേട്ടൻ പറയാം. പല്ലവി ഇങ്ങനെ നിന്ന് ചിരിച്ചോട്ട് നിൽക്കുക. അല്ലെങ്കിൽ പെട്ടിയിൽ കൊണ്ടുപോകും മകൻ്റെ ബോഡി, അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞു. സംജാ സംജ അല്ല മനസ്സിലായി എന്നും പറഞ്ഞിട്ട് തോക്കിൻ്റെ മുന്നിൽ രാജലക്ഷ്മി നിന്നിങ്ങനെ വിറയ്ക്കുക. അങ്ങനെ കോങ്കണ്ണൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് രാജലക്ഷ്മി നിൽക്കുമ്പോൾ ഇതൊക്കെ കണ്ട് പല്ലവി ഇങ്ങോട്ട് വരുക കേട്ടോ. പല്ലവി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, അതെ അപ്പോൾ മനോരോഗം മാത്രമല്ലല്ലേ, ക്രിമിനൽ ആക്ടിവിറ്റീസും ഉണ്ട് മോൻ്റെ കയ്യിലല്ലേ എന്ന് പല്ലവി വന്ന് രാജലക്ഷ്മിയോട് ചോദിച്ചു. എൻ്റെ അമ്മാവന് ദേഷ്യം വന്നല്ലേ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ, തീർത്ത് കളയത്തേ ഉള്ളൂ. നിങ്ങളുടെ മോൻ്റെ കാര്യം പോക്കാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. രാജലക്ഷ്മി പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴാണ് നമുക്ക് ഈ സ്പ്രേ വേണോ, നല്ല സ്പ്രേ, നല്ല മണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. നീ ഇവിടെ മണപ്പിച്ചുകൊണ്ട് നടന്നോടാ, എടാ ഇവിടെ മൊത്തം പ്രശ്നമാടാ. അപ്പം എന്ത് പ്രശ്നം? നിന്നെക്കുറിച്ചുള്ള സകല രഹസ്യങ്ങളും ആ കാലമാടൻ മനസ്സിലാക്കി കഴിഞ്ഞടാ. ഏത് കാലമാടനാമേ? ഏതൊക്കെ കാലമാടന്മാരെ നിനക്കറിയാം? അത് പിന്നെ എനിക്ക് ഓരോ കാലമാടന്മാരെ അറിയില്ല, ആകെ ഒരു കാലമാടിയെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അവരാണ് ഈ നീല സാരി ഉടുത്തതിൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇന്ദ്രൻ പറയുമ്പോൾ ഒരു ഒറ്റ എണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ, തള്ളയുടെ തറുതല പറയുന്നോടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാജലക്ഷ്മി ദേഷ്യപ്പെടുക. എന്താ അമ്മേ പ്രശ്നം? എടാ നീ കോമ്പസ് കൊണ്ട് കുത്തിയതും സാറിനെ കല്ലെറിഞ്ഞതും ഒക്കെ അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂ ഡ്രൈവർ ആണോമേ? അതേടാ, നീയേ രാസലഹരിയാണത്രേ, രാസലഹരി കിണ്ടിയ. അകത്ത് പോകാൻ വേറെ വല്ലതും വേണോടാന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ദേഷ്യപ്പെടുന്നു. അപ്പം അത്ര സ്പീഡാണ് സ്ക്രൂ ഡ്രൈവർ അല്ലേ? അതെ, അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടുന്നതാ നല്ലത്. പറഞ്ഞു മനസ്സിലായല്ലോ? ജീവനെങ്കിലും തിരിച്ചു കിട്ടും മോനെ എന്ന് പറയുമ്പം അങ്ങനെ ഓടിപ്പോകുന്നത് ശരിയാണോമേ? പിന്നെ ഞാനെന്തിനാ ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് അർത്ഥം എന്താ? മോനെ, അയാൾ രണ്ടും കൽപ്പിച്ചിട്ടാ, അതാ എൻ്റെ പേടി. അമ്മ ഇങ്ങനെ പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കാമേ, ഞാനല്ലേ പറയുന്നത്. ഞാനങ്ങനെ പേടിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇങ്ങോട്ട് കളിക്കാൻ വന്ന കളി അങ്ങോട്ട് പഠിപ്പിക്കണം, അതാണ് എൻ്റെ ഒരു പോളിസി. പോളിസിയൊക്കെ നല്ലത് തന്നെയാണ്. എന്തെങ്കിലും സംഭവിച്ചാലേ നോമിനിക്ക് കാശ് കിട്ടുമല്ലോ. എടാ ചത്തിട്ട് കാശ് കിട്ടിയിട്ട് എന്ത് കാര്യം? എടാ നമ്മളില്ലല്ലോ അനുഭവിക്കാൻ എന്ന് അമ്മ പറയുമ്പം അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഭയങ്കരമായിട്ട് ഭ്രാന്ത് കാണിക്കുന്നു. എടാ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാം. അമ്മ ഒന്നും പറയണ്ടേ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഒരു നിഴൽ യുദ്ധമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇയാളുടെ മുന്നിൽ നമ്മൾ തോറ്റാൽ പിന്നെ ഞാൻ ജീവിതത്തിൽ വിജയിക്കില്ല. അതുകൊണ്ട് തന്നെ തോക്കാൻ ഞാനില്ല. എൻ്റെ നട്ടൽ ഞാൻ വളക്കില്ലെന്ന് പറയുമ്പോൾ അടുത്തത് നിൻ്റെ നട്ടൽ ഒടിയാതെ നീ നോക്കണമെന്ന് അമ്മ മോനോട് പറഞ്ഞു കൊടുക്കുക. എൻ്റെ പൊന്നമ്മ ഇങ്ങനെ ഡാർക്ക് അടിക്കാതെ എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാതെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നോട്ട് നെഗറ്റീവ്, ടോട്ടൽ നെഗറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെങ്ങനെ അങ്ങ് പോവുക. അത് കഴിഞ്ഞ് ഇനി ഇന്ദ്രൻ പോയി കാണുന്നത് നമ്മുടെ പ്രതാപനെ കണ്ടിട്ട് ചേട്ടൻ വന്ന കാര്യത്തെ പറ്റുക. അപ്പോൾ അമ്മാവൻ പാസ് ചെയ്യുന്നതും അതുപോലെ അമ്മാവനോട് ഇന്ന പോലെയൊക്കെ ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ഐഡിയകളൊക്കെ പ്രതാപൻ ഇങ്ങനെ പറയും. അപ്പോൾ എനിക്കിങ്ങനെ പുറകിൽ നിന്ന് കളിക്കാനേ പറ്റുള്ളൂ, പക്ഷേ താൻ മുന്നിൽ നിന്ന് കളിക്കണം. എനിക്ക് അയാൾക്ക് നല്ലത് കൊടുക്കാനൊക്കെ അറിയാം, പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ടാ എന്നൊക്കെ നമ്മുടെ ഇന്ദ്രൻ പറഞ്ഞു. അതെന്ത് എടോ, കണക്കുകൂട്ടൽ എന്തെങ്കിലും തെറ്റിയാലേ ഇപ്പം നടക്കുന്ന കേസിനെ അത് ബാധിക്കും, അതുകൊണ്ടാണെന്നൊക്കെ ഇന്ദ്രൻ പ്രതാപനോട് പറഞ്ഞു. ശരിയാ, അത്ര ഞാൻ ഓർത്തില്ല.
ഈ സമയത്ത് വേറെ കേസിലൊന്നും ചെന്ന് പെടാതിരിക്കുന്നതാണ് നല്ലതല്ലേ? ശരി ശരി ശരി. അപ്പം അമ്മാവൻ ഇവിടെ നിന്ന് ജീവനും കൊണ്ടോടണം, അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പ്രതാപനോട് ചോദിക്കുമ്പം പ്രതാപൻ നിന്ന് ആലോചന തുടങ്ങി. പറ്റാഴിക എന്താ, നമുക്ക് നോക്കാമല്ലോ എന്നും പറഞ്ഞു. എൻ്റെ പൊന്നു പ്രതാപ, ഞാനിപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ താൻ എന്നെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. എന്ത് കാര്യങ്ങൾ? അല്ല, ഈ അമ്മാവൻ്റെ ഹോബീസ്, ആക്ടിവിറ്റീസ് ഇതൊക്കെ എന്താണെന്ന് ഞാൻ ചോദിച്ചതെന്ന് പ്രതാപം ചോദിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രൻ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്തു. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേറ്റു. അതായത് അയാളെ ഇവിടെ നിന്ന് ഓടിക്കുമെന്ന് പ്രതാപൻ ഇന്ദ്രന് വാക്ക് കൊടുക്കുക. അല്ല, ഈ അണികൾക്ക് എന്തെങ്കിലുമേ എനർജി ഡ്രിങ്ക് കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് അതൊക്കെ നീ പണി തീർത്തിട്ട് വരാൻ പറഞ്ഞു ഇന്ദ്രൻ. ആ ഓക്കെ ആശാനെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ അരികിൽ നിന്ന് പ്രതാപം പോകുന്നു. പോണ വഴിക്ക് കൊല്ലണ്ടാവുന്ന പേടിപ്പിച്ച് വിട്ടാൽ മതിയെന്ന് ഇന്ദ്രൻ പ്രതാപനോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഓടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇന്ദ്രൻ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയോ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ ചെക്കർ ബൈ ബൈ ടാറ്റാ.